ഹായ് വെൽക്കം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാനൊരു സിമ്പിളായൊരു സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുള്ള ഐറ്റംസാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. സിമ്പിളായ സാമ്പാറാണ്. നമ്മൾ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഈ പരിപ്പിന് കഴുകി ഇതിലേക്ക് ഇടണം. നമ്മുടെ സാമ്പാറിന് വേണ്ട കഷ്ണങ്ങൾ അരിഞ്ഞിട്ടിട്ടുണ്ട്. തക്കാളി, വെണ്ടക്ക, ചെറിയുള്ളി, വലിയ ഉള്ളി, പയർ, ഉരുളക്കിഴങ്ങ്, കോവക്ക, അങ്ങനെയെല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പരിപ്പിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാം. നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സിമ്പിൾ സാമ്പാറായത്, ജസ്റ്റ് വറുത്തരക്കാത്ത സാമ്പാറാണ്. പെട്ടെന്ന് നമുക്ക് രാവിലെ പോകുമ്പോൾ പെട്ടെന്നാക്കാൻ പറ്റുന്ന സാമ്പാറാണ്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും പറങ്കിപ്പൊടിയും അങ്ങനെ നമുക്കിനി ഈ സാമ്പാറിലേക്കുള്ള മുളക് പൊടി ആവശ്യത്തിന് നമുക്ക് എരിവ് എങ്ങനെ വേണ്ടി വെച്ച കളറും നമുക്കങ്ങനെ എരിവും കളറും നോക്കിയിട്ട് പറങ്കിപ്പൊടി ഇടുക. അതിനുശേഷം നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി അധികം വേണ്ട, മഞ്ഞൾപ്പൊടി ഒന്നും ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടിയും പറങ്കിപ്പൊടി ഇട്ട ശേഷം നമുക്കതിലേക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട വെള്ളം എടുത്ത് ഒഴിക്കുക. എന്നിട്ട് നമുക്കതൊന്ന് കുക്കറടിച്ച് അടുപ്പത്ത് വെക്കാം. സാമ്പാറിനുള്ള അരപ്പിന് വേണ്ടിയിട്ടുള്ള തേങ്ങയിലേക്ക് ആവശ്യത്തിന് ജീരകം ഇടുക. ഞാനിപ്പം തേങ്ങ അരച്ചിട്ടാക്കുന്നതുകൊണ്ട് ഞാൻ വറുത്തരക്കാനൊന്നും പോകുന്നില്ല. ജസ്റ്റ് തേങ്ങ അരച്ചിട്ട് ആക്കിയതിന് പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. സാമ്പാറിന് വേണ്ട പുളിവെള്ളം ഉണ്ടാക്കണം. നമ്മൾ ഓൾറെഡി തക്കാളി ഇട്ടുകൊണ്ട് അധികം പുളീൻ്റെ ആവശ്യമില്ല. എന്നാലും ജസ്റ്റ് ഒരു സാമ്പാറിന് പറയുമ്പോൾ പുളി എന്തായാലും അത്യാവശ്യമാണ്. ജസ്റ്റ് 2-3 അല്ലി പുളി എടുത്തിട്ട് നമുക്കൊന്ന് പുളിവെള്ളമാക്കിയെടുക്കാം. അതിന് ഏറ്റവും നല്ല ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളം അങ്ങ് പെട്ടെന്ന് നമുക്ക് പുളിവെള്ളമാക്കാൻ പറ്റും. എന്നിട്ട് നമുക്കതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സാധാരണ ആവശ്യമായി പുളിവെള്ളമാണ് ഉണ്ടാക്കുന്നത്. അതിന് പുളി നന്നായിട്ട് പിരിഞ്ഞെടുത്ത ശേഷം നമ്മുടെ കുക്കറിൽ വെച്ച വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇങ്ങനെ പുളിവെള്ളം ഇങ്ങനെ ഒഴിക്കും. സാമ്പാറിലേക്ക് ആവശ്യമായ പൊടി ചൂടാക്കിയെടുക്കാം നമുക്ക്. അതിനായി 2-2.5 സ്പൂണ് പറങ്കിപ്പൊടിയും ആവശ്യത്തിന് സാമ്പാർ പൊടിയും ഇതിലേക്ക് തേങ്ങേൻ്റെ അരപ്പ് ചേർക്കും. നമ്മൾ നേരത്തെ തേങ്ങയും ജീരകം കൂടെ അരച്ച അരപ്പ് ഈ വേവിച്ച സാമ്പാറിൻ്റെ കഷ്ണത്തിൽ ചേർക്കുക. ഇതൊന്ന് തിളച്ച ശേഷം നമുക്ക് കടുകും കറിവേപ്പിലയും വറുത്തിടാം. നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഒന്ന് നന്നായിട്ട് തിളച്ച ശേഷം നമുക്കൊന്ന് കടുകും കറിവേപ്പിലയും വറുത്തിടാം അതിലേക്ക്. ഇത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ ഒരു സ്പൂണ് കടുക്,